ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് യാത്ര ചെയ്ത് വന്നപ്പോൾ അവർക്ക് മുന്നിലൊഴുകിയ യോർദാൻ കരകവിഞ്ഞൊഴുകുന്ന അനുഭവങ്ങളുടെ നടുവിൽ യഹോവയാം ദൈവത്തിൻ്റെ പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാല് ദൈവം യോശുവയ്ക്ക് കൽപ്പിച്ച നിർദ്ദേശപ്രകാരം ചവിട്ടിയപ്പോൾ യോർദാൻ്റെ ഒഴുക്ക് നിൽക്കുവാനിടയായിത്തീർന്നു. യോർദാൻ പിൻവാങ്ങുവാനിടയായിത്തീർന്നു. അങ്ങനെ ഉണങ്ങിയ നിലത്തിലൂടെ ഇസ്രായേൽ ജനം മറുകരയെത്തി. എന്നാൽ ദൈവം പറഞ്ഞു, യോർദാൻ്റെ നടുവിൽ നിന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ ഗോത്രസംഖ്യക്കൊത്തവണ്ണം 12 കല്ലെടുത്ത് ഒരു ജ്ഞാപകമായിട്ട് യോർദാൻ്റെ തീരത്ത് നാട്ടണം. കാരണം ഈ യോർദാനിൽ ദൈവം ചെയ്ത അത്ഭുതം അടുത്ത നാളുകളിൽ അടുത്ത തലമുറയ്ക്ക് നിങ്ങൾ കൈമാറണം. അതായത് ഈ കല്ലുകൾ 12 യോർദാൻ്റെ തീരത്ത് നാട്ടിയിരിക്കുന്നത് കാണുമ്പോൾ തലമുറകൾ ചോദിക്കും, എന്തിനായി കല്ല് നാട്ടി? അന്നേരം പറയണം, നിങ്ങളുടെ മുമ്പിൽ യോർദാൻ വിഭജിക്കപ്പെടുകയും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുകയും ചെയ്തത്. അതേ ദൈവ പൈതലെ, ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ നമ്മൾ ആകുലചിത്തരായി തീർന്ന പല സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അന്ന് ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ച ഉപകാരങ്ങൾ മറക്കരുത്. ഇന്നും ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാ. അതെ, മുന്നോട്ട് വിടാതെ ഒഴുകുന്ന ഏത് യോർദാന്യ ശക്തികളെയും കീറിമറിച്ചുകൊണ്ട് മുന്നോട്ട് ദൈവിക നന്മകളിലേക്ക്, ദൈവിക അനുഗ്രഹങ്ങളിലേക്ക്, ദൈവിക സന്തോഷത്തിലേക്ക്, ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് നയിക്കുവാൻ കർത്താവ് ശക്തനാണ്. വിശ്വസിക്കുക, കർത്താവ് അത്ഭുതം ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തികൾ നന്ദിയോടെ സ്മരിക്കുകയും കർത്താവിന് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പകലും ചില ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.